നമ്മൾ ഒരുപാട് കാലം അവിടെ കണ്ടുവരുന്ന അതേ ടെംപ്ലേറ്റ് ഉള്ള ഒരു ലവ് സ്റ്റോറിയാണ് അഭിലാഷം. പക്ഷേ ഈ ഒരു മൂവി കുറച്ച് സ്പെഷ്യലാണ്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അതിഗംഭീരമായിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ വേറെ ലെവലോട്ടുള്ള മൂവി ഇതൊന്നും ഞാൻ പറയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ഓരോ സീക്വൻസ് കാണുമ്പോഴും ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ പെർഫോമൻസ് ആയാലും ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ വലിയ രീതിക്ക് ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ കാണാനും നല്ല രസമാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. കുട്ടിക്കാലത്ത് ആ ഒരു സ്കൂൾ ടൈമിൽ തോന്നുന്ന പ്രണയം ആ ഒരു പയ്യൻ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ടൈമിൽ പുള്ളിക്കാരൻ പറയും. സോ പറഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇതിലെന്താണ് പുതുമ? ഇത് നമ്മൾ ഒരുപാട് കാലം കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ശരിയാണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ പല ലാംഗ്വേജസിലും പല മൂവീസിലും കണ്ടിട്ടുള്ള അതേ ടെംപ്ലേറ്റ് തന്നെയാണ്, വേറെ ഡിഫറെന്റ് ആയിട്ട് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ത്രൂഔട്ട്സ് ക്ലൈമാക്സിലോട്ട് വരുമ്പോഴും കുറച്ചധികം റിയാലിറ്റി അല്ലെങ്കിൽ ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഈ സിനിമയിൽ കൂടി സംസാരിച്ച് പോകുന്നുണ്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഈ ഒരു മൂവി ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പല സീക്വൻസും. ആൻഡ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ മ്യൂസിക് ആണ്. കാരണം ആ ഒരു മ്യൂസിക് ആണ് ഈ ഒരു മൂവിനെ തന്നെ പിടിച്ചു നിർത്തുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്ന ശ്രീഹരിയാണ്. ഒരുപാട് കിടിലം ട്രാക്സ് ഉണ്ട്. ആ ഒരു ട്രാക്സും ആ ഒരു സീക്വൻസും അവർ തമ്മിലുള്ള ബ്ലെൻഡും അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് പ്ലേസ്മെന്റും എല്ലാം അടിപൊളിയാണ്. എസ്പെഷ്യലി ആ ഒരു സിനിമയുടെ തേർഡ് ആക്ട് അല്ലെങ്കിൽ ക്ലൈമാക്സ് പോർഷനോട്ട് വരുമ്പോൾ ഒരു സോങ്ങും ആ ഒരു ക്ലൈമാക്സ് പോർഷനും അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും അത് അടിപൊളിയായിരുന്നു. ഈ ഒരു മൂവിയിലെ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഷൈജു കുറുപ്പാണ്. ആ ഒരു അഭിലാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ത്രൂ ദ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസും അവിടുത്തെ ഒരു ഇമോഷണലും എല്ലാം നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ സ്റ്റോറീസും ഇവന്റ്സ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുമടുത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഈ ഒരു മൂവിയുടെ മ്യൂസിക് ട്രാക്കിൻ്റെ കൂടെ അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ പല ഏരിയാസ് നല്ല രീതിക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഇമോഷണൽ ട്രാക്ക് അടിപൊളിയായിട്ടാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിലും ടുവേർഡ്സ് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹോണ്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും അതാണ് റിയാലിറ്റി. അത് അവർ അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ പ്രസന്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഞാൻ എടുത്തു പറയുന്നത് വേറെ ലെവലായിട്ടുള്ള ഒരു കിടിലൻ ലവ് സ്റ്റോറി സംസാരിക്കുന്ന ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവി ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവി കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.